വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമെന്ന് പറഞ്ഞാണ് അവിടെ തുടങ്ങുന്നത്. വിശ്വാസം ഒരിക്കലും സഫറിങ്ങിനെ മാറ്റുവാൻ വേണ്ടിയുള്ള ഒരു കുടുക്കുവഴിയല്ല, പകരം വിശ്വാസം ഇതിനെ സഹിക്കുവാനുള്ള ദൈവകൃപയാണ് നമ്മുടെ ഉള്ളിൽ നൽകുന്നത്. നാം പലപ്പോഴും കേട്ടിട്ടുണ്ടാകുമായിരിക്കാം, ആരാധിച്ച് വിടുതൽ ഏറ്റെടുക്ക്, പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മുമ്പിലുള്ള മതിലുകൾ ഓടിപ്പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാര്യം കേട്ടിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷെങ്കിൽ ആ പരിശോധനയിലൂടെ നാം കടന്നു പോകേണ്ടതാണെങ്കിൽ, നാം പൊന്നിനെ പോലെ പുറത്തു വരേണ്ടതാണെങ്കിൽ നമ്മൾ ശാസിച്ചാലും മത്സിച്ചാലും മാറുമോ? ഇങ്ങനെ അനേകം കഷ്ടങ്ങളിലൂടെ സ്വർഗരാജ്യത്തിൽ പോകണം. നമ്മളെ ഫീഡ് ചെയ്തിരിക്കുന്ന ഇതാണ് കഷ്ടത എന്ന് പറയുന്നത്. പിശാചിന്റെ കയ്യിലെ ആയുധമാണ്. പിശാചാണ് കഷ്ടത കൊണ്ടിരുന്നത്. മക്കളെ, ദൈവത്തിന്റെ ആ സോവർണിറ്റി ഒന്ന് വിചാരിച്ചു നോക്കിയേ. കർത്താവ് അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുക എന്നുള്ള ബോധ്യത്തിൽ നടക്കുകയാണെങ്കിൽ ഈ കാണിക്കുന്ന താളമേളങ്ങൾ കണ്ടിട്ട് നമ്മൾ വീണു പോകത്തില്ല. സോ വിശ്വാസം എന്നത് നമ്മുടെ കഷ്ടതകളെ മറികടക്കുവാനുള്ള ദൈവകൃപയാണ്. അതല്ലെങ്കിൽ കഷ്ടതയിലും പാടുവാനുള്ള ദൈവകൃപ നാം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? ഈ കർത്താവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്.